ഉത്തരവാദിയെന്ന് തുടങ്ങാൻ അവർ പറയുന്നത്. ഓ, അപ്പോൾ ഇത് ഒരുപാട് പഴയ കാലഘട്ടത്തിലതല്ല, ഒരു 12 വർഷം പറയും, അത് അത്ര പഴയതാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇന്നത്തെ സോഷ്യൽ മീഡിയ ഒക്കെ അതിൻ്റെയൊക്കെ ഇന്നത്തെ ഒരു സ്റ്റേജിലെത്തുന്നതിന് മുമ്പുള്ള ആ തുടക്കം, ആ കാലഘട്ടത്തിൽ സിനിമ, ഉദാഹരണം പറഞ്ഞാൽ തട്ടത്തിൻ മറയത്തൊക്കെ നടക്കുന്ന ഈ സിനിമ നടക്കുമ്പോൾ തട്ടത്തിൻ മറയത്ത് തിയേറ്ററിൽ കളിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ. അതൊക്കെ ഉണ്ട് ചെറുതായിട്ട്. പ്രണയം, രാഷ്ട്രീയവും. അപ്പോൾ ഇത് കണ്ണൂരിലെ എന്താ പറയുക, വടക്കൻ പ്രണയപർവ്വം എന്നാണല്ലോ പേര്. കണ്ണൂർ SN കോളേജിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ചിത്രീകരണം നടന്നത്. ഒരു ത്രൂ ഔട്ട് ക്യാമ്പസ് മൂവിയാണ്. എനിക്ക് തോന്നുന്നു കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാമ്പസ് മൂവി കണ്ണൂരിൽ വെച്ചിട്ട് ഇത്രയും, കണ്ണൂർ SN കോളേജിന് ഇത്രയും എന്താ പറയുക എക്സ്പോസ് ചെയ്തുകൊണ്ട് ഒരു പടം വരുന്നത്. ഫസ്റ്റ് ടൈം ആയിരിക്കും, എൻ്റെ ഓർമ്മയിലില്ല. കണ്ണൂർ SN കോളേജിലേക്ക് ഏതൊക്കെ ചെറിയ പോർഷൻസ് സിനിമയുടെ എടുത്തു എന്നല്ലാതെ ആ കോളേജിനെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമ വരുന്നത് ആദ്യമാണ്. അപ്പോൾ വടക്കൻ പ്രണയപർവ്വം എന്ന് പറഞ്ഞാൽ പർവ്വം, ഭീഷ്മപർവ്വം മലയാളികൾക്ക് അറിയാം, മറ്റൊന്നും അറിയില്ലെങ്കിലും ഭീഷ്മപർവ്വം അറിയാം. അപ്പോൾ പർവ്വം എന്ന് പറഞ്ഞാൽ അധ്യായം, ചാപ്റ്റർ എന്നാണ് അർത്ഥം. അപ്പോൾ ആ 2012-13 കാലഘട്ടത്തിൽ നടക്കുന്ന വ്യത്യസ്ത തലത്തിലും ഒക്കെയുള്ള ഭാവഭേദങ്ങളും ഒക്കെയുള്ള പ്രണയങ്ങളുടെ ഒരു അധ്യായം.